ജീവിക്കുന്നു. സന്ദേശം: ദൈവം എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു. മനപ്പാഠവാക്യം: യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. നഹൂം 1:7. യഹോവ നല്ലവൻ കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്കൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. നഹൂം 1:7. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്കൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. നഹൂം 1:7. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. നഹൂം 1:7. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. നഹൂം 1:7. കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. നഹൂം 1:7. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. നഹൂം 1:7. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. നഹൂം 1:7. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. നഹൂം 1:7. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. നഹൂം 1:7. ശബത്ത് സ്കൂളിന്റെ അവസാനമായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് മനസ്സൊരുക്കുക നാം എന്ന പാട്ട് പാടാം. ആ സമയത്ത് കാണിക്കരുത്. പഴയ പാട്ടുപുസ്തകത്തിൽ 976 പാട്ടാണ്. ആത്മവാരിക്കായി ഭവിച്ചി
പുതുക്കത്തിനായി കർത്തരെ സുസാക്ഷികളാ. ദൈവസ്നേഹത്തിൽ നാം ഒത്തു വളർന്നിടുമ്പോൾ ലോകരേശുവേ അറിയും. സഭയേകമായി ഒരു ദേഹമായി പ്രഭവീക്ഷണം ഇഹത്തിൽ. സഭയേകമായി ഒരു ദേഹമായി പ്രഭവീക്ഷണം ഇഹത്തിൽ. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി കർത്തരെ സുസാക്ഷികളാ. സ്കൂളിലെ അവസാന പ്രാർത്ഥനയ്ക്കായി ഗോവിന്ദ ഞങ്ങളുടെ ഏറ്റവും ഒരു വാത്സല്യമായി സ്നേഹിക്കുന്ന നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, ഈ സർവ്വദിവസത്തിൽ ഞങ്ങളുടെ തിരുസന്നിധിയിൽ നിങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ തന്നെ ചെയ്യുന്നു. ഇന്നത്തെ ശബ സ്കൂളിൽ ഞങ്ങളുടെ തിരുസാന്നിധ്യം ആദ്യം മുതൽ അവസാനം വരെ കൂടെ ഉണ്ടായിരുന്ന അനുഗ്രഹിച്ചു വേണ്ടി സ്തോത്രം. ഞങ്ങളിന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും തിരുക്കരം ഫലമേൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണം. ഓരോ ഭാഗങ്ങളെടുത്ത് നടത്തിയ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. വേണ്ടുന്ന എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണം. തുടർന്നുള്ള ആരാധനയിൽ അങ്ങയുടെ തിരുസാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ആദ്യം മുതൽ അവസാനം വരെ അങ്ങയുടെ അങ്ങയുടെ പരിരക്ഷണത്തിൽ തന്നെ ആയിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ എല്ലാം പ്രാർത്ഥിക്കുന്നു. സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ പ്രാർത്ഥനകൾക്ക് നമ്പരതാവേ. ആമേൻ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ അലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ അലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. നിന്നെ വിളിച്ചിടുന്നു. പാപാന്ധകാരത്ത് കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, പാപാന്ധകാരത്ത് കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, നിന്നെ രക്ഷിപ്പാനാഥൻ കരങ്ങൾ എന്നെന്നും മതിയായവ. നിന്നെ രക്ഷിപ്പാനാഥൻ കരങ്ങൾ എന്നെന്നും മതിയായവ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. നിന്നെ വിളിച്ചിടുന്നു. വാതിൽക്കൽ വന്നങ്ങ് മുട്ടിയിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന, വാതിൽക്കൽ വന്നങ്ങ് മുട്ടിയിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന, അരുമ പിതാവിന്റെ ഇൻപസ്വരം നീ ഇന്ന് ശ്രവിച്ചിടുന്നു. അരുമ പിതാവിന്റെ ഇൻപസ്വരം നീ ഇന്ന്
ആശ്വാസത്തിൽ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ദൈവത്തെ സൃഷ്ടി സർവമേ സ്വർഗ സംഘമേ പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് തലമുറ തലമുറയായ ഏഴകളുടെ സങ്കേതമാകയാൽ അടിയങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും അടയങ്ങളുടെയും പിതാവാന്റെയും തിരുനാമത്തിൽ ചേർന്നു. ഈ പിതാവേ, ഈ വർഷത്തിൻ്റെ 33-ാമത്തെ ശബദിൻ്റെ പ്രഭാതം കാണുവാനും പല ദേശത്തും പല ഭവനങ്ങളുമായിരുന്ന ഏഴകൾക്ക് തിരുവാലയത്തിൽ കടന്നു വന്ന് അവിടുത്തെ ദിവ്യ സ്നേഹത്തെക്കുറിച്ച് പഠിക്കുവാനും ഞങ്ങളെ അവിടുന്ന് ഒരുക്കിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രഭാതം മുതൽ ഈ സമയം വരെ അളവില്ലാത്ത സ്നേഹത്തരടിയങ്ങൾ നടത്തിയതുപോലെ ശേഷം നിമിഷങ്ങളും അവിടുന്ന് കൂടെ ഇരുന്ന് ഞങ്ങൾ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യാരാധനയിലേക്ക് ഒരുങ്ങിയിരിക്കുന്ന അങ്ങയുടെ മക്കളെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവർക്ക് ആവശ്യത്തിലധികമായ സ്വർഗീയ മന്ന പ്രദാനം ചെയ്യണം. അത് ഭക്ഷിച്ച് പാനം ചെയ്ത് അങ്ങേക്ക് കൊള്ളാവുന്ന മക്കളായി ജീവിപ്പാൻ അടിയങ്ങളേവരെയും സഹായിക്കുമാറാകണമെന്ന് പുത്രൻ്റെ നാമത്തിൽ യാചിക്കുന്ന പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പരിശുദ്ധ ആരാധനയ്ക്കായി ഒരുങ്ങിയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും വിശുദ്ധ ആരാധനയ്ക്കായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ശബദുകളിൽ ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്ന മക്കൾ ദൈവാലയത്തിനുള്ളിലായിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവനാമത്തിൽ ആരാധനയ്ക്കായി സ്വാഗതം ചെയ്യുന്നു. ശേഷം ആരാധനയ്ക്ക് ശേഷം 2-3 അറിയിപ്പുണ്ട്. അതിന് ആരാധനയ്ക്ക് ശേഷം അത് അറിയിക്കുന്നതായിരിക്കും. ആ സമയത്ത് എത്തിച്ചേരേണ്ട 1-2 വ്യക്തികളുണ്ട്. അവരും കൂടെ അവരുടെ മുന്നിൽ അത് പറയുമ്പോൾ കുറച്ചുകൂടെ ദൈവഹിതമായിരിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് ആ കാര്യത്തെ ഞാൻ മുൻകൂട്ടി ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആരാധനയ്ക്ക് പ്രവേശിക്കാം. നമ്മുടെ ആരാധനയുടെ ആരംഭമായി നമുക്ക് ഇവർക്കും എഴുന്നേറ്റ് നിന്ന് സത്യപ്രതിഭാഗാനത്തിലെ 268-ാമത്തെ പാട്ട് നമുക്ക് ഇവർക്ക് ചേർന്ന് പാടാം. 268 പഴയ പാഠപുസ്തകത്തിലെ 268 നിത്യകാല പാറകൾ. യേശു
സൗഖ്യം ശോഭിക്കായുമേ ഞാനിഹോവിൽ മേവുമ്പോൾ അവൻ കണ്ണടയ്ക്കുമ്പോൾ ഏകോകെ ഞാൻ ചെല്ലുമ്പോൾ സിംഹസേനെ കാണുമ്പോൾ നിത്യകാല പാറയിൽ അങ്ങിൽ ഞാൻ ഒളിക്കട്ടെ. അപ്രകാരം നിൽക്കുമ്പോൾ തന്നെ വായിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം രണ്ട് തിമോഥെയോസ് 4:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 2 തിമോഥെയോസ് 4:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും 2 തിമോഥെയോസ് 4:3 മുതൽ 5 വരെ. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതൻ ആയിരിക്ക, കഷ്ടം സഹിക്ക, സുവിശേഷകന്റെ പ്രവർത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്ക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവർക്കും നമ്മുടെ മുട്ടുകളെ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവുകളെയും സൃഷ്ടിച്ച സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും അവയിലുള്ളതെല്ലാം ഉണ്ടാക്കി 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച കൃപയ്ക്കാരനാണ്. അപ്രകാരം ഇന്ന് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ, അവിടുത്തെ വചനങ്ങളെ ശ്രവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ കൂട്ടിച്ചേർത്തതിനായി സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനായി നന്ദി അർപ്പിക്കുന്നു. പിതാവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ സ്നേഹം ഞങ്ങളിൽ വ്യാപരിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് ഞങ്ങൾ പകർന്നു കൊടുക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേൾക്കുന്നതായ അവിടുത്തെ വചനം അവിടുത്തെ ദാസനിലൂടെ അവിടുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന് മാനസാന്തരവും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തിക്കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ കൃപയാൽ ജീവിക്കുവാൻ ഈ നാളിലും അവിടുത്തെ സന്ദേശത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾക്കായി ജീവനേകിയ അവിടുത്തെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഇപ്പോൾ ദശാംശം കാണിക്കയ്ക്കുള്ള സമയമാണ്. ഈ സമയത്ത് സ്പെഷ്യൽ സോങ് പാടാൻ ആഗ്രഹിക്കുന്നവർക്ക് പാടാനുള്ള ഒരു അവസരമാണ്. ആ സമയത്ത് നമുക്ക് ദശാംശവും കാണിക്കയെടുക്കപ്പെടുന്നതാണ്. ഞാനും എൻ വീടും എൻ വീട്ടാരൈവരും യാവൽ നന്ദി. ഞാനും എൻ വീടും എൻ വീട്ടാരൈവരും യാവൽ നന്ദി. ഒരു കരുപോല കാത്തീരേ നன்றி, என்னை செய்தையாமல் சுமந்தீரே நன்றி. ஒரு கரு போல காத்தீரே நன்றி, என்னை செய்தையாமல் சுமந்தீரே நன்றி.
எபினேசரே எபினேசரே இந்நாள் வரை சுமந்தவரே எபினேசரே எபினேசரே என் நினைவால் இருப்பவரே நன்றி 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 இதயத்தில் சுமந்தீரே நன்றி 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 கரு போல சுமந்தீரே நன்றி ஒன்றுமே இல்லாமல் துவங்கின என் வாழ்வு நன்மையாய் நிறைந்துள்ளதே ஒன்றுமே இல்லாமல் துவங்கின என் வாழ்வு நன்மையாய் நிறைந்துள்ளதே ஒரு தீமையும் நினைக்காத நல்ல ஒரு தகப்பன் உம்மை போல இல்ல ஒரு தீமையும் நினைக்காத நல்ல ஒரு தகப்பன் உம்மை போல இல்ல எபினேசரே எபினேசரே இந்நாள் வரை சுமந்தவரே எபினேசரே எபினேசரே என் நினைவால் இருப்பவரே நன்றி 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 இதயத்தில் சுமந்தீரே நன்றி 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 கரு போல சுமந்தீரே நன்றி அன்றன்றை காண என் தேவைகள் யாவையும் உம் கரம் நல்கிறதே அன்றன்றை காண என் தேவைகள் யாவையும் உம் கரம் நீ நடத்திடும் விதங்களை சொல்ல ஒரு பூரண வார்த்தையே இல்ல நீ நடத்திடும் விதங்களை சொல்ல ஒரு பூரண வார்த்தையே இல்ல எபினேசரே எபினேசரே இந்நாள் வரை சுமந்தவரே எபினேசரே எபினேசரே என் நினைவால் இருப்பவரே நன்றி 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 இதயத்தில் சுமந்தீரே நன்றி 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 கரு போல சுமந்தீரே நன்றி പ്രത്യേക ഗാനം പാടിയതായ അനിൽ ബ്രദറിനും മകനും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നതായ ദശാംശങ്ങൾക്കും സ്തോത്ര
നേർച്ച കാണിച്ചതുമായി പ്രാർത്ഥിച്ചു. പരിശുദ്ധനും നീതിമാനും ദൈവമേ വാഴ്ത്തപ്പെടുകയും സ്വർഗീയ പിതാവേ, അതിപരിശുദ്ധമാകുന്ന വിശുദ്ധ ശബത്തിന്റെ ഈ മധ്യാത്രി സമയം അടിയങ്ങളുടെ ദാസരുടെ പാദത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് ഞങ്ങൾ നൽകിയിരിക്കുന്നതായ ഈ കാണിക്കകളെ ദൈവം അനുഗ്രഹിക്കുന്നത് എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ചതായ അധ്വാന ദിനങ്ങളിൽ നിന്നും ലഭിച്ചതായ ധനത്തിൽ ദശാംശമായി സമർപ്പിച്ച ധനത്തെയും ദൈവകാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവയൊക്കെ സമർപ്പിച്ച പ്രിയ മക്കളെ കുഞ്ഞുനാഥന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമൃദ്ധിയും സമാധാനവും ഐശ്വര്യവും ദൈവം ജീവിതങ്ങളിൽ പ്രദാനം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച എല്ലാ കരങ്ങളെയും ഇതിൻ്റെ ഒരിക്കൽ കൂടി തിരുകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പം വചനം സംസാരിക്കുന്ന മകനെ കുഞ്ഞുനാഥന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവിക സംരക്ഷണത്തിൽ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവയൊക്കെ ഞങ്ങൾക്ക് ക്ഷമയോടെ കേട്ട് ദൈവഭക്തരായി കർത്താവിൻ്റെ വരവിൽ വിശ്വസ്തരായിരിക്കാൻ സഹായിക്കുന്നു. സകലവും യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇതിൻ്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം നിങ്ങളോടൊപ്പമായിരുന്നു ദൈവത്തെ സ്തുതിക്കാൻ, ദൈവജനം സംസാരിപ്പാൻ വലിയനായ ദൈവം എന്നെ ഒരുക്കിയത് ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഈ തുടർച്ചയായ 2 മാസക്കാലം ഹോസ്പിറ്റലുമായിട്ട് ആയിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച വ്യാഴാഴ്ച പിന്നെ മെഡിക്കൽ കോളേജിലാണ്. 2-ാം തീയതി എക്കോ എടുക്കുന്നതിന് പോകണം. അതൊരു വഴിക്ക് എങ്ങനെ നടക്കട്ടെ. ഞാൻ അന്വേഷിച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ രോഗവും കടവും ഇല്ലാത്ത ഒരു ഭവനം പോലും ഇന്ന് ഒരിടത്തുമില്ല. ഇതൊക്കെയാണെങ്കിലും ദൈവം നമ്മെ നടത്തുന്നു. ലോകം അതിൻ്റേതായ ദിശയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ലോക ജനത അവരവരുടേതായ ഇച്ഛയ്ക്കൊത്തവണ്ണം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് രണ്ടിനും ദൈവം അനുവാദവും നൽകിയിരിക്കുന്നു, ദൈവം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അത്ഭുതം. മനുഷ്യന് നടക്കാൻ തെരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം ദൈവം ആദ്യം മുതലേ നൽകിയിരിക്കുന്നു. എന്നാൽ ഈ അവസ്ഥകളിലും നമ്മൾ പഠിച്ചതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം അത്യധികം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അകപ്പ നമ്മളോട് പഠിച്ചു. സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ച് പഠിച്ചു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നിലും വലുത് എന്താണ്? സ്നേഹം. ചുരുക്കി പറഞ്ഞാൽ സ്നേഹം എന്ന് വെച്ചാൽ ദൈവം എന്നാണ് അർത്ഥം. ദൈവമാണ് വലുത്. ദൈവമാണ് സൃഷ്ടികർത്താവ്. ദൈവമാണ് നമ്മെ പരിപാലിക്കുന്നത്. ദൈവമാണ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവമാണ് എനിക്കും ഇപ്പോൾ ശക്തി തന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് സ്നേഹം. അതിനെയാണ് അഗപ്പ. അത് മറ്റാർക്കും ഇവിടെ നേടാൻ സാധിച്ചിട്ടില്ല. നേടിയ ഏക വ്യക്തി പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. 40 വർഷത്തിനും ഈ പാഠം ഞാൻ പഠിക്കുമ്പോൾ ചില വരികൾ എഴുതി വെച്ചത് ഞാൻ ഓർത്തു. ഇന്ന് പാഠം പഠിപ്പിച്ചുകൊണ്ടപ്പോൾ ആ വരികൾ ഞാൻ ഓർത്തു. ക്ഷമ, ദയ, സത്യം, വിശ്വാസം, പ്രത്യാശ, ഇവയാണ് യേശുവിൻ സ്നേഹം. അതിനെ കൂടുതലായിട്ട് വർണ്ണിക്കുമ്പോൾ അത്ഭുതകരമായ ശക്തിയുള്ള സ്നേഹം, മൃദുവായ ഉത്തരം കിട്ടും സ്നേഹം. ആ സ്നേഹത്തിൽ എന്തൊക്കെ ഉണ്ടെന്നറിയാമോ? ക്ഷമയുള്ള സ്നേഹം, ദയയുള്ള സ്നേഹം, സത്യത്തിൽ നടത്തുന്ന ദൈവസ്നേഹം. അവിടെയും ദൈവസ്നേഹമാണ് ഈ സത്യത്തിൽ നടത്തുന്നത്. രണ്ടാമത് പറയുന്നത് പുതുമ നിറഞ്ഞതാം ശക്തിയുള്ള സ്നേഹം, അസൂയ നികളം മാറ്റും സ്നേഹം, ദോഷമില്ല സ്നേഹം, കോപമില്ല സ്നേഹം, സ്വാർത്ഥതയില്ലാത്ത ദൈവസ്നേഹം. അതുപോലെ അവസാനം ഇന്ന് പഠിച്ച പാഠത്തിൻ്റെ അവസാനം വരുന്നത് ഒരു നാളും മാറാത്ത ശക്തിയുള്ള സ്നേഹം, യേശുവെ പോലെ നയിക്കും സ്നേഹം,
വിശ്വാസത്തെയും പ്രത്യാശയെയും അതിജീവിക്കുന്നതാം ദൈവ സ്നേഹം. ക്ഷമ, ദയ, സത്യം, വിശ്വാസം, പ്രത്യാശ. ഇതാണ് നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം. ഇത് മൊത്തം ചേരുമ്പോൾ എന്ത് പറയും? ഇന്ന് ഗോഡൻ സാർ പഠിപ്പിച്ച അകത്ത, അല്ലയോ? അതിന് there is no condition. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പ്രവചനം വാക്യങ്ങൾ ധാരാളമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രവചനവാക്യം നമ്മുടെ ആധാരമാണ്. വേദപുസ്തകം പാരായണം ചെയ്യുമ്പോൾ പ്രവാചകന്മാർ തന്നെ രണ്ട് ഗ്രൂപ്പായിട്ടുണ്ട്, അല്ലയോ? വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരും എന്ന്. ഈ പ്രവചനവാക്യങ്ങളിലൂടെയാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഉടയവൻ്റെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് ആമോസ് 3:7 ഒരു വാക്യം പ്രകാരം വായിക്കുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന പാഠമാണ്. എന്താണ്? ദൈവം തൻ്റെ ദാസന്മാരെ വെളിപ്പെടുത്തി അല്ലാതെ ഒരു കാര്യവും വെളിപ്പെടുത്തുന്നില്ല. അതുപോലെ നിരവധി കാര്യങ്ങൾ. ഞാൻ ഇന്ന് നിങ്ങളോട് അല്പം സംസാരിക്കാൻ പോകുന്ന ഒരു ഒറ്റ വാക്ക് സമയമില്ല, അതിക്രമിച്ചു. മണി 1 കഴിഞ്ഞു. എന്നാലും 10-15 മിനിറ്റ് അല്ലെങ്കിൽ 10-20 മിനിറ്റോളം സശ്രദ്ധം കേട്ടിരിക്കുക. ചിലപ്പോൾ ഒരു പ്രസംഗമായിട്ട് പോകുന്നില്ല, ഒരു പഠനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്കും ബൈബിൾ എടുക്കാം, ക്ഷീണം തോന്നില്ല. ബൈബിളുള്ളവർ കയ്യിലെടുക്കുക. ഇന്ന് ഇവിടെ ബ്രദർ അനിൽ വായിച്ചു കേട്ടുപോലെ അവർ ആരാണ്? ഈ അവർ ആരാണ് ബ്രദർ? ഈ അവർ അല്ലേ? നമ്മൾ തന്നെ. ഈ ലോകത്തിലുള്ള ലോക ജനതയെക്കുറിച്ചാണ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. എന്താണ്? പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. അതുകൊണ്ട് നീയോ സകലത്തിലും നിർമ്മതനായിരിക്ക, കഷ്ടം സഹിക്ക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. നിന്റെ ശുശ്രൂഷ നിറപടിയായി കഷ്ടം സഹിക്ക. എങ്ങനെയാ കഷ്ടം സഹിക്കണേ? 2 തീമോഥെയോസ് 2:1-4 വരെ. 2 തീമോഥെയോസ് 2:1-4 വരെ. എന്റെ മകനെ യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ ഈ സകല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കാം. ക്രിസ്തുയേശുവിന്റെ നല്ല പഠനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. മതി. നമ്മൾ ക്രിസ്തുയേശുവിനോട് കൂടെ എന്ത് ചെയ്യണം? കഷ്ടം സഹിക്കണം. കഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ കഷ്ടം സഹിക്കുവാൻ നമുക്കുള്ള ഉപാധി എന്താണ്? കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഇന്ന് ഗോഡൻ സാർ പഠിപ്പിച്ചപ്പോൾ കുടിയനായ പുത്രനെ കുറിച്ച് പറഞ്ഞു. കുടിയനായ പുത്രനെ എല്ലാം സർവ്വവും നശിപ്പിച്ചിട്ട് തിരിച്ചെവിടെയാണ് വന്നത്? സ്നേഹത്തിൻ്റെ അടുത്ത്, പിതാവിൻ്റെ അടുത്ത്. അതൊരു ഉപമയാണ്. പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് അവൻ ഒരു വാക്ക് അവിടെ പറഞ്ഞു. അതൊന്നും എടുത്തു പറഞ്ഞില്ല. അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും അവൻ ചെയ്തു പോയി. അത് നമ്മൾ ഏത് തെറ്റ് ചെയ്താലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ സ്നേഹത്തോട് മാപ്പ് അപേക്ഷിക്കേണ്ടതാണ്. പക്ഷെ ഇത് അപേക്ഷിച്ചാൽ ഇപ്പോൾ കേൾക്കുന്നില്ല. ഇന്ന് നമ്മുടെ അജി സഹോദരൻ കഥയിലൂടെ പറഞ്ഞതുപോലെ ചില സാഹചര്യങ്ങൾ കേൾക്കുന്നില്ല. പക്ഷെ ദൈവം കേൾക്കുന്ന എങ്ങനെയെന്നറിയാമോ? പുത്രന്റെ നാമത്തിൽ നമ്മൾ പാടുന്നുണ്ടോ? യേശുവിനോടുകൂടെ ചേർന്ന് നമ്മൾ. അപ്പോൾ യേശു മധ്യസ്ഥം വഹിച്ച് അവിടെ ചെല്ലുമ്പോൾ ഓക്കെ, ദേവസ്യ അല്ലെങ്കിൽ അനിൽ അല്ലെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ സഭാമൂപ്പൻ കഷ്ടം സഹിക്കുകയാണ്. എന്നോടുകൂടെ യേശുക്രിസ്തുവോട് കഷ്ടം സഹിക്കുകയാണ്. ആകയാൽ പ്രിയ സഹോദരങ്ങളെ,
ഈ ലോകത്ത് വരുന്ന എല്ലാ തുമ്പങ്ങൾക്കും മറുപടിയായിട്ട് നാം കർത്താവായ യേശു ക്രിസ്തുവിനോട് കഷ്ടം സഹിക്കാം. കാരണം എന്താണ്? ആ കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ആയിത്തീർന്നിരിക്കുന്നത്. ശരി, ഇനി പ്രവചന കാര്യത്തെക്കുറിച്ച് ഒരു വചനം മാത്രം ഉദ്ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കും. സക്കറിയ പ്രവചനം 11 അധ്യായം അതിൻ്റെ 17 വചനം. പോയാൽ ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന തുമ്പുകെട്ട ഇടയന് അയ്യോ കഷ്ടം. അവന്റെ ഭുജത്തിനും വലം കണ്ണിനും വരൾച്ച, അവന്റെ ഭുജം അശേഷം വരണ്ടും പോകട്ടെ. മതി. ഐഡൽ ഷെപ്പേർഡ്. എന്താണ് ഐഡൽ ഷെപ്പേർഡ്? ഞാൻ ഗോവിന്ദൻ സാറ് പോയെന്ന് ചോദിച്ച അദ്ദേഹത്തിൻ്റെ ബൈബിളിൽ ഇതൊന്ന് വായിക്കാൻ വേണ്ടിയാണ്. അവിടെ ഒരു സവിശേഷത കാണാം. ഈ വചനത്തിൽ, മിക്ക വചനത്തിലും തുമ്പുകെട്ട ഇടയൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോവിന്ദൻ സാറിൻ്റെ ആ ബൈബിളിൻ്റെ അടുത്തൊന്ന് വായിച്ചേ. പതിനൊന്നിൽ 17 സക്കറിയ. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന പോഷനായ ഇടയൻ അയ്യോ കഷ്ടം. മതി. അവിടെ വായിച്ചു തുമ്പുകെട്ട ഇടയൻ. ഇവിടെ എന്താ എഴുതിയിരിക്കണേ? പോഷനായ ഇടയൻ. ഇങ്ങനെ പല ബൈബിളിലും പല വ്യാഖ്യാനമുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? തുമ്പുകെട്ട ഐഡൽ ഷെപ്പേർഡ്, തുമ്പുകെട്ട ഇടയൻ. എന്താണ്? വാലുമില്ല തലയുമില്ല. വാലും തല അറിയാം നിങ്ങൾക്ക്. എന്താണ് വാലും തലയും? വാലും തല എന്താണ്? ഒരു കൂടെ വായിക്കാം. യെശയ്യാ പ്രവചനം 9:15. ഓർമ്മ വന്നു. യെശയ്യാ പ്രവചനം 9. അപ്പോൾ വാലും തലയോടെ തിരിച്ചറിയും. ഇത് ഓർത്ത് വെക്കണ്ടേ? മൂപ്പനും മാന്യ പുരുഷനും തന്നെ തല. മാന്യ പുരുഷനും തന്നെ തല. അടുത്ത് അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. അപ്പൊ വാലും തലയെ മനസ്സിലായല്ലോ. അല്ല, നമ്മൾ കേൾക്കുന്ന കന്നരസ മാകുമാറ് നമ്മുടെ കാതുകളിൽ കേൾപ്പിക്കുന്ന തലയും വാലും അല്ല. അപ്പോൾ തലയും വാലും എന്ന് പ്രവാചകവാക്യം നമ്മളെ ഉദ്ധരിപ്പിച്ച് പഠിപ്പിക്കുന്നത് എന്താണ്? ആരാണ് തല, ആരാണ് വാൽ എന്നിവിടെ നമുക്ക് കാണാൻ സാധിക്കും. ശരി, ഇവിടെ വ്യാജ ആരാധനയിലേക്ക് നയിക്കുന്ന ഇടയന്മാർ, ഐഡൽ ഷെപ്പേർഡ്. വിഗ്രഹ ആരാധനയിലേക്ക് നയിക്കുന്ന ഇടയൻ, തുമ്പുകെട്ട ഇടയൻ. അവർ ആരാണ്? അത് നമുക്ക് കണ്ടുപിടിക്കണം. ആരാ? എന്താ അവരുടെ ജോലി? അവർ ആരാണ്? ദാറ്റ് ലീവത്ത് ദ ഫ്ലോക്ക്. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്നവർ. അവർ ആരാണ്? ആട്ടിൻകൂട്ടത്തെ. ജെറമയ 23:1. മറ്റൊരാൾ ജോൺ 10:12. പെട്ടെന്ന് എടുത്തിട്ട് ഇത് കേട്ടോണ്ടിരിക്കാനും പഠിക്കാനൊക്കെ വളരെ രസമുള്ളൊരു. എന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. മതി. അപ്പോൾ ആരാണ്? ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്നവർ. നെക്സ്റ്റ് ജോൺ 10:12. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ. മതി. എന്താണ് ഇവരുടെ ജോലി? അപ്പൊ നമ്മളെ രണ്ട് തരത്തിലുള്ള ആൾക്കാർ കണ്ടു. എന്താണ് ഇവരുടെ ജോലി? എന്താണ്? ആടുകളെ തെറ്റിക്കുക. എൻ്റെ ഇടയനായ, അല്ലെങ്കിൽ നമ്മുടെ ഇടയനായ, നല്ല ഇടയനായ കർത്താവായ യേശു ക്രിസ്തു എന്താ ചെയ്തത്? തെറ്റിപ്പോയ ഒരാടിനെ, കാണാതെ പോയതിനെ, മനുഷ്യപുത്രൻ വന്നത് തന്നെ അതിനാണ്. കാണാതെ പോയതിനെ തിരഞ്ഞെടുക്കുവാൻ അത്രയും മനുഷ്യപുത്രൻ ഇവിടെ അവതരിച്ചു. ഈ സഹോദരങ്ങളെ, ജനങ്ങളെ തെറ്റിക്കുക, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് വിഗ്രഹ ആരാധനയിലേക്ക് അവരെ നയിക്കുക.
വിവരം കെട്ട അല്ലെങ്കിൽ തുമ്പ് കെട്ട വ്യാജ ആരാധനയിലേക്ക് നയിക്കുന്ന പോഷനായ ഇടയൻ. ഐഡൽ ഷെപ്പേർഡിന്റെ വ്യാഖ്യാനങ്ങളാണ്. വിഗ്രഹാരാധനയിലേക്ക് നയിക്കുന്ന ഇടയന് അയ്യോ കഷ്ടം. ഇങ്ങനെയുള്ളവർ എന്താ ചെയ്യുന്നത്? ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു പോകാം. ഇവരുടെ ജോലി എന്താണ്? ഇന്ന് പാഠത്തിലും അത് വന്നു. ഇവിടെ സഭാമുഖം പറഞ്ഞു, ജാതികളുടെ കുറിച്ച് പറഞ്ഞു. ജാതികളോട് ഇടപെടണമെന്നല്ല, ജാതികളുടെ ഇടപെടുക, പക്ഷെ ജാതികളുടെ വഴി പഠിക്കരുതെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ സുവിശേഷം തെറ്റും. നമ്മുടെ സുവിശേഷം തന്നെ സകല ജാതി, ഗോത്രം, വംശം, ഭാഷ ആയവരോട് അറിയിപ്പാനുള്ള എവർലാസ്റ്റിംഗ് ഗോസ്പലാണ്, നിത്യസുവിശേഷമാണ്. അത് ജാതികളോട് ഇടപെടും. ജാതികളിൽ നിന്നാണ്, എത്ര ജാതികളുണ്ടായി? 12 ഗോത്രം അല്ലയോ? അതിൽ നിന്നുമാണ് സ്പ്രെഡായി കിടക്കുന്നത് തന്നെ. അപ്പം അവരോട് നമുക്ക് ഇടപെടുകയില്ലെങ്കിൽ നമ്മുടെ സുവിശേഷം എങ്ങനെ അറിയിക്കാൻ പറ്റും? ശരി, ഇവിടെ ഇങ്ങനെയുള്ളവർ ജാതികളുടെ വഴിയിലേക്ക് ആടിനെ നയിക്കുന്നു. ദൈവഹിതത്തിന് വിപരീതമായി ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെ ദൈവത്തിൻ്റെ ആടുകളെ തെറ്റിക്കുകയാണ് ഇവർ ചെയ്യുന്ന ജോലി. ഇങ്ങനെയുള്ള ഇടയന്മാർ ജാതികളുടെ വഴി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബൈബിൾ സേസ് സോ, ബൈബിൾ ഇങ്ങനെ ഇപ്രകാരം പറയുന്നു. യെരമ്യായ 10:2 അറിയാന്നുള്ളത് തന്നെ. ജാതികളുടെ വഴി പഠിക്കരുത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ജാതികളുടെ ഇടയിൽ നമ്മൾ ജാതികളുടെ ഇടയിലാണ് കിടക്കുന്നത്, അല്ലേ? നമ്മൾ കിടക്കുന്നതൊക്കെയും ജാതികൾ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദുഷ്ടന്മാരുടെ അധീനത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ കിടക്കുമ്പോൾ നമ്മൾ അവരുടെ നീക്കുപോക്കുകളും അവരുടെ ആചാര മര്യാദകളും ഒക്കെയും വിട്ടുനിൽക്കുക. ഇന്ന് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു, അയ്യപ്പൻ്റെ കാര്യങ്ങൾ, അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെയും പറഞ്ഞു. ഇവിടെ ബൈബിൾ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെ പറയാം, എല്ലാത്തിൻ്റെയും സാരം കേൾക്കണം. എല്ലാത്തിൻ്റെയും സാരം കേൾക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇന്ന് പഠിച്ച പാഠത്തിൽ തന്നെ, ഇന്ന് പാഠം പഠിപ്പിച്ച് അവസാനിപ്പിച്ചല്ലോ. ദൈവകൽപ്പനയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ദൈവത്തിൽ ഉറച്ചു നിൽക്കുക. സ്നേഹം, യഥാർത്ഥ സ്നേഹത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ദൈവം പറയുന്ന കാര്യാദികളിൽ മാത്രം. യേശുക്രിസ്തു അങ്ങനെയാണ് ചെയ്തത്. യേശുക്രിസ്തുവിന് ജനങ്ങളുടെ ഇടയിൽ ഇടപഴകിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ചില ഇത് വന്നു, കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ യേശുക്രിസ്തു എന്താ ചെയ്യുന്നറിയാം? മാറിയിരുന്ന് പിതാവിനോട് ചെന്ന് ആലോചന ചോദിച്ചിട്ട് വന്നാണ് പിന്നെ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ നമ്മൾ ആരോടാണ് അപേക്ഷിക്കേണ്ടത്? പിതാവായ നിനക്ക് ബുദ്ധി വേണോ, ശക്തി വേണോ, ജ്ഞാനം വേണോ? അത് ഉയരത്തിലിരിക്കുകയാണ്. നമ്മൾ യാചിച്ചത് നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. മാതാപിതാക്കൾ നേടിയെടുത്ത് കുഞ്ഞുങ്ങൾക്ക് അത് പകരേണ്ടത് അത്യാവശ്യമാണ്. സോ ബൈബിൾ പറയുന്നു, യെരമ്യാ എടുത്തോ, 10:2 മുതൽ വായിക്കേ. ജാതികളുടെ ആചാരങ്ങൾ അർത്ഥശൂന്യമാകുന്നു. 10:2 മുതലല്ലേ? അത് തന്നെ വായിക്കണം. വായിച്ചോ? അത് തന്നെ വായിച്ചത് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. അത് തന്നെ വായിച്ചു പോണത്. ഓക്കെ, 3 മുതൽ വായിക്കേ. ശ്രദ്ധിച്ച് കേട്ടോളണം. ആണി വെച്ച് 5. അവ വെള്ളരിത്തോട്ടത്തിലെ തൂണ് പോലെയാകുന്നു. ദേ കാൺ ടാക്ക്, വാക്ക്. ശരി, മതി, അവർക്കൊന്നും. അതുകൊണ്ട് സോ ബൈബിൾ സേ ഡോണ്ട് ഫിയർ. അതുകൊണ്ട് ഞാനും ഭയപ്പെടരുത്. ദേ കാൺ ഡു നത്തിങ്. അവർക്ക് നന്മയോ തിന്മയോ ചെയ്യാനാകില്ല എന്ന് നമ്മൾ ഓർക്കുക. എന്തെങ്കിലും ചെയ്യാൻ കഴിയും, നന്മയും തിന്മയും ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ചെയ്യാൻ കഴിയും. ദൈവത്തിൻ്റെ മക്കൾക്ക് നന്മയും ചെയ്യാൻ കഴിയും, ഇന്ന് പഠിച്ചതുപോലെ തിന്മയും ചെയ്യാൻ കഴിയും. അല്ലേ? ശരിയല്ലേ? നന്മയും തിന്മയും ദൈവത്തിൻ്റെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അവിടെ പ്രശ്നം ഇതാണ്, തിന്മ ഒഴിവാക്കി നന്മയിലേക്ക്. ഇന്ന് പാഠം അകപ്പ അവിടെ പഠിച്ചപ്പോൾ സ്നേഹത്തിൻ്റെ 2 വശം നമ്മൾ പഠിച്ചല്ലയോ?
അതിനെ ഫുൾഫിൽ ചെയ്തത് അജി പഠിപ്പിച്ച പാഠത്തിൽ കൊണ്ടുവച്ച് അത് കൺക്ലൂഡ് ചെയ്തു, യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നു. ഇനി ഞാൻ തൊണ്ട വയ്യാത്തതിന് അല്ലെങ്കിൽ ഞാൻ പാട്ട് പാടി കേൾപ്പിക്കും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു. തൊണ്ട വയ്യാത്തതിന് ഞാൻ പറയും. അത് യേശു ക്രിസ്തു ഫുൾഫിൽ ചെയ്തു, നിവർത്തിച്ചു. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് പറയുന്നത് എന്താണ്? ജാതികളുടെ വഴി പഠിക്കരുത്. ജാതികളുടെ വഴി പഠിക്കരുത്. സങ്കീർത്തനം 96:5. സങ്കീർത്തനം 96:5. വേഗം വേഗം പോവാം. രണ്ടാവും ചില കാര്യങ്ങൾ. ജാതികളുടെ ദേവന്മാരൊക്കെയും ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്രേ. മിഥ്യാമൂർത്തികളത്രേ. യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. മറ്റൊരാളെ യെശയ്യാ 42:8 വായിച്ചേ. യെശയ്യാവ് 42:8. ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുവനും വിട്ടുകൊടുക്കയില്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവം ആർക്കും ഇന്ന് വരെ വിട്ടുകൊടുത്തിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും പറയും ദൈവം എന്നെ നടത്തുന്നു, ദൈവം അല്ലെങ്കിൽ എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു എന്നൊക്കെ പറയും. പലതും പറയും. ദൈവം അങ്ങനെ ആർക്കും വിട്ടുകൊടുത്തിട്ടുണ്ടോ? നോ. അതുകൊണ്ടാണ് നമ്മുടെ സുവിശേഷത്തിൽ പറഞ്ഞത്, വെളിപ്പാട് പുസ്തകം 14:6 അധ്യായം, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ എന്ന ആരംഭത്തിലെ സൂചിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം കൊടുക്കുക. അത് നിങ്ങൾ 13 വരെ ഇന്ന് കുറിച്ചിട്ട് വീട്ടിൽ പോയി പഠിക്കുക. 13 വരെ ദൈവത്തിന് മഹത്വം കൊടുപ്പിൻ. മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരുടെ വഴിയിൽ പോകരുത്. എന്താണ് അങ്ങനെയുള്ളവർ ചെയ്യുന്നത്? എന്താ ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത്? എന്താണ്? യെശയ്യാ 66 അധ്യായം 3-ാമത്തെ വചനം ഒന്ന് വായിച്ച്. യെശയ്യാ പ്രവചനം കുറിക്കേണ്ടവർ കുറിച്ചെടുക്കുക. നിങ്ങൾ ബൈബിളിൽ നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നീട് വരും. യെശയ്യാ പ്രവചനം 62:3. 66:3. അത് പറ. കാളയെ അറുക്കുകയും മനുഷ്യനെ കൊല്ലുകയും കുഞ്ഞാടിനെ യാഗം കഴിക്കുകയും നായകളുടെ കഴുത്തൊടിക്കുകയും ചെയ്യുന്നവൻ അവൻ ഭോജനയാഗം കഴിക്കുകയും മതി. അവരുടെ ജോലി ഇതൊക്കെയാണ്, സംവിധാനം. ദൈവത്തിന് ഈ പ്രസാദങ്ങളൊക്കെ ഇഷ്ടമാണ്? ഒരിക്കലും. ദൈവത്തിന് ഇഷ്ടമുള്ള യാഗം എന്താണ്? സ്തോത്രയാഗം. എന്താണ്? സ്തോത്രയാഗം. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുക, ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുക. ആവശ്യമില്ലാതെയും പറയാൻ പാടില്ല. സ്തോത്രവും പറയുന്ന സൂചിപ്പിച്ച് പറഞ്ഞു വന്നു. ദൈവമായിട്ടുള്ള ബന്ധത്തിലാണത് പറയുന്നത്. എല്ലാ സമയത്തും വെറുതെ പറഞ്ഞാൽ അവൻ്റെ നാമം വൃഥാ എടുക്കുന്നത് പോലെ ആയിത്തീരും. അങ്ങനെ വരാതിരിപ്പാൻ സൂചിപ്പിക്കുന്നു. ഇവിടെ ഇതൊക്കെയും ആയിരുന്നിട്ടും ദൈവത്തിൻ്റെ മക്കളായ ദൈവത്തിൻ്റെ ജനം ആയ ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയുണ്ട്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്താണ്? എഫ്രയീം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എഫ്രയീം. ഹോശിയ 4:17. അവൻ എന്താ ചെയ്തിരിക്കുന്നത് നോക്ക്. ഹോശിയ 4:17. 4:17. എഫ്രയീം ആരുടെ കൂട്ടാളി? വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു. അവനെ വിട്ടുകളയാം. എഫ്രയീം ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞാണ്. അറിയാമോ? ഇസ്രായേലിന്റെ കഥ അറിയാമല്ലോ. ഞാനത് കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പോകേണ്ടി വരും, പിന്നിലോട്ട് പോകേണ്ടി വരും. ജോസഫിന്റെ 2 മക്കൾ അല്ലേ? മനസ്സ്, എഫ്രയീം. അപ്പൊ എഫ്രയീം ആരാണ്? രണ്ടാമത്തവനാണ്. മനശ്ശെയാണ് മൂത്തവൻ. അപ്പൊ ജോസഫ് ഇവനായ അപ്പൻ്റെ അടുത്ത് അനുഗ്രഹത്തിനായിട്ട് കൊണ്ട് പോകുമ്പോൾ വലതു ഭാഗത്ത് മനശ്ശെയെയും ഇടതു ഭാഗത്ത് എഫ്രയീമിനെ നിർത്തുകയാണ്. അന്ധനായ പിതാവ് എന്താ ചെയ്തു? കൈ പണഞ്ഞ് അനുഗ്രഹിച്ചു. രണ്ടാമനായ എഫ്രയീമിന് എന്ത് ചെയ്തു? അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം ഇവിടെ ലഭിച്ചു. ആ അനുഗ്രഹം ലഭിച്ചവൻ അവസാനം എന്ത് ചെയ്തിരിക്കുന്നു? വിഗ്രഹങ്ങളോട് കൂട്ടാളിയായി മാറിയിരിക്കുന്നു.
അതുകൊണ്ട് ദൈവം എന്നോടും നിങ്ങളോടും പറയുന്നു, ആയിരുന്നുകൊണ്ട് അങ്ങനെ നീങ്ങുന്നവരിൽ നിന്നും എന്ത് ചെയ്യുക? ഇപ്പൊ മനസ്സിലായല്ലോ? അത് ഞാനായാലും നിങ്ങളായാലും ഓർക്കേണ്ട ഒരു കാര്യം. നമ്മളുടെ ഇടയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അവരിൽ നിന്ന് എന്ത് ചെയ്യുക? ചുരുക്കി പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് ഇത്രയും പറഞ്ഞു തരാൻ പറ്റും. 1-ാം സങ്കീർത്തനം വായിക്കുക, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. മനസ്സിലായല്ലോ? വേണ്ട, വായിക്കണ്ട, അതേ ഉള്ളൂ. ബൈബിൾ അങ്ങനെയാണ് പ്രഖ്യാപിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ആയിരിക്കേണ്ട അവസ്ഥ ഇതെല്ലാം ബൈബിൾ തന്നെ നമുക്ക് തരുന്നുണ്ട്. ഓരോരോ സന്ദർഭങ്ങൾ നമ്മൾ ആയിരിക്കുമ്പോൾ, എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, ആയിരിക്കുമ്പോൾ അപ്പോൾ ദൈവം ആ വഴികൾ നമുക്ക് എന്ത് ചെയ്യും? റിവീൽ ചെയ്ത് തരും, കാട്ടിത്തരും. അതനുസരിച്ച് നീങ്ങും. അതാണ് യഥാർത്ഥ സ്നേഹമാകുന്ന ദൈവം. ദൈവമാണ് സ്നേഹമെന്ന് വർണ്ണിച്ചതിൻ്റെ അർത്ഥം. ഇത് കാണിച്ചു കൊടുത്ത പൗലോസ് ദൈവത്തിന് വിപരീതമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഇടങ്ങളിൽ അവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചത് യേശുക്രിസ്തു ആയിരുന്നു. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പൂർണ്ണമായ സ്നേഹം വെളിപ്പെടുത്തി. അപ്പോൾ യേശുക്രിസ്തുവിന് അതാണ് കർത്താവായി അവിടെ പറയുന്നത്. എന്താണ് കർത്താവായ യേശുക്രിസ്തു? എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറയുന്നതിൻ്റെ സാരാംശം പോലും അത് തന്നെയാണ്. എന്നാൽ ദൈവം പറയുന്നു, എഫ്രൈം ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനായി എന്നും അത് തന്നെ പറയുകയാണ്. ദൈവത്താൽ അനുഗ്രഹവും പ്രാപിക്കുന്നു എന്ന് നമ്മൾ പാട്ടിലൊക്കെ പാടുമല്ലേ? എൻ്റെ ദൈവത്താൽ നിശ്ചയം, ഇതൊക്കെ നമ്മൾ പാടും. സഹോദരങ്ങളെ, ഇതെല്ലാം വളരെ സൂക്ഷിക്കേണ്ട. ഇന്നും അത് തന്നെ പറയുന്നു, ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കുന്നു. എന്നാൽ ദൈവം പറയുന്നു അവനെ വിട്ടുകളക, കാരണം അവൻ വിഗ്രഹങ്ങളുടെ കൂട്ടാളി അത്രേ. അതുകൊണ്ട് ദൈവം തരുന്ന, എനിക്ക് നിങ്ങൾക്ക് തരുന്ന ആഹ്വാനം 1 യോഹന്നാൻ 5:21, 1 യോഹന്നാൻ 5:21, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. അടുത്തതായിട്ട് ശരി, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ച് കൊള്ളുവിൻ. എന്നാൽ ഇന്നെന്താ സംഭവിച്ചിരിക്കുന്നത്? ചില വ്യക്തിജീവിതങ്ങൾ അല്ലെങ്കിൽ സുവിശേഷകർ പോലും പരിശുദ്ധാത്മാവാണ് എന്നെ നടത്തുന്നതെന്ന് അവൻ്റെ എല്ലാ ചേഷ്ടകളും രീതികളും ആരാധനകളും ഒക്കെയും അത്യാഗ്രഹപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ ബൈബിൾ ഈ അത്യാഗ്രഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. കൊലോസ്യർ 3:5. അത്യാഗ്രഹം അത് വിഗ്രഹ ആരാധനയാണ്. അത്യാഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? അത് വിഗ്രഹ ആരാധന ആണ്. വായിച്ചേ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, ദുർമോഹം, വിഗ്രഹ ആരാധനയാകുന്ന അത്യാഗ്രഹം, അത് മാത്രം വിഗ്രഹ ആരാധനയായ അത്യാഗ്രഹം. നോക്കണം. അപ്പൊ അത്യാഗ്രഹം എന്താണ്? വിഗ്രഹ ആരാധനയാണ്. മനസ്സിൽ കുറിച്ചിടുക. മതി. ഇന്നും ജനം അത്യാഗ്രഹത്താൽ ദൈവസേവ ചെയ്യുകയും അനുഗ്രഹത്തിനായി സ്വാർത്ഥ താല്പര്യങ്ങൾ കാട്ടുകയും ചെയ്യുന്നു. അതാണ് നേരത്തെ തീമോഥെയോസിന്റെ ലേഖനത്തിൽ വായിച്ചത്, കെട്ടുകഥകൾ വാക്യങ്ങൾ വായിച്ചതിൻ്റെ അർത്ഥം. അങ്ങനെ വിഗ്രഹാരാധനയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ ഞാനും നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റിലെ പറഞ്ഞത്, ലോകം അതിൻ്റെതായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ലോക ജനത അവരവരുടേതായ ഇച്ഛയ്ക്കൊത്തവണ്ണം മാറിക്കൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് സാരം അതാണ്. അതുകൊണ്ട് ഇടയന്മാരെ സൂക്ഷിക്കുക. ഏതിടയന്മാരെ? തുമ്പുകെട്ട ഇടയന്മാരെ സൂക്ഷിക്കുക. ഭോഷന്മാരായ ഇടയന്മാരെ സൂക്ഷിക്കുക. ഇവരെ കുറിച്ച് പ്രവാചകനായ യെശയ്യാവ് വളരെ പക്വതയിൽ വർണ്ണിപ്പിച്ചിട്ടുണ്ട്. യെശയ്യാപ്രവചനം 56:11 അവിടെ പറയുന്നുണ്ട്. യെശയ്യാവ് 56:11. യെശയ്യാവ് 56:11. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. അത്യാഗ്രഹം ഒരിക്കലും ഈ കൊതി തീരില്ല അവര്. അപ്പൊ അവരെ എന്ത് ചെയ്യണം? വളരെ സൂക്ഷിക്കണം.
മറ്റൊരു പുതിയ നിയമത്തിലൊരു ലേഖനം, ഫിലിപ്പിയർക്ക് ലേഖനം വായിക്കുക, അതിൻ്റെ 3:2. ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ. അതിൻ്റെ മുകളിലൊരു വചനം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് വായിക്കുക, എങ്കിലല്ലേ ഈ വാക്യന് പ്രവാചകവാക്യം ഇതുമായിട്ടുണ്ട് കാലി കിട്ടുള്ളൂ. എന്താണ്? നായ്ക്കളെ സൂക്ഷിക്കുവിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ. ഒരിക്കലും തൃപ്തിപ്പെടാത്ത കുതിയന്മാർ തന്നെ. ഈ ഇടയന്മാരോ സൂക്ഷിപ്പാനറിയാത്തവർ. ഇങ്ങനെയുള്ള ഇടയന്മാർക്ക് തൻ്റെ ആടുകളെ മേയ്പ്പാനും സൂക്ഷിപ്പാനും അറിയില്ല. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. They can't nothing do. ഒന്നും ചെയ്യാൻ കഴിയില്ല. നന്മയും ചെയ്യാൻ കഴിയില്ല, തിന്മയും ചെയ്യാൻ കഴിയില്ല. നമ്മൾ നേരത്തെ വായിച്ചത്. അവരെ എല്ലാവരും ഒട്ടൊഴിയാതെ താന്താൻ്റെ വഴിക്കും ഓരോരുത്തൻ താന്താൻ്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്ന കാലം. ജെറമ്യാ 6:3, ജെറമ്യാ 6:3, ജെറമ്യാ 6:3. ഇങ്ങനെയുള്ളവർ എന്താ ചെയ്യുന്നത്? ഇങ്ങനെയുള്ളവർ, എനിക്ക് പറഞ്ഞു പോകാം, പക്ഷെ നിങ്ങളെക്കൊണ്ട് വായിപ്പിക്കാൻ വേണ്ടിയാണ്. ജെറമ്യാ 6:3. അവളുടെ അടുക്കൽ ആ. ഇടയന്മാർ ആട്ടിൻകൂട്ടങ്ങളോടുകൂടെ വരും. ഉം. അവർ അവൾക്കെതിരെ ആ. ചുറ്റിലും കൂടാരമടിക്കും. ആ. അവർ ഓരോരുത്തൻ താന്താന്റെ ഭാഗത്ത് മേയിക്കും. മനസ്സിലായല്ലോ? 7 വരെ വായിക്കേ. അതിന്റെ നേരെ പടയൊഴിക്കുവിൻ. ആ. എഴുന്നേൽപ്പിൻ, ഉച്ചയ്ക്ക് തന്നെ നമുക്ക് കയറി ചെല്ലാം. ആ. അയ്യോ കഷ്ടം, ആ. നേരം വൈകി, നിഴൽ നീണ്ടുപോയി. ആ. എഴുന്നേൽപ്പിൻ, രാത്രിയിൽ നാം കയറി ചെന്ന് അതിലെ അരമനകളെ നശിപ്പിക്കുക. ഞാൻ മതി, അവിടെ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. ഇവിടെ ഇത്തരം പ്രക്രിയകളിലൂടെ അനേകം സഭകൾ മുളയ്ക്കുകയാണ്. സഭകൾ മുളച്ച് വരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു. പണ്ട് ജോർജ്, എൻ്റെ ഒരു മകൻ ചെറുക്കൻ മരിച്ചു. അവൻ ഒരു ഞായറാഴ്ച എൻ്റെ വീട് സന്ദർശിക്കാൻ വന്നപ്പോൾ പള്ളിയിൽ ആരാധന നടത്തിക്കൊണ്ടിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ ആ പാസ്റ്റർമാർ വേറെ പാസ്റ്റർ ആ പള്ളി സെപ്പറേറ്റ് ചെയ്ത് വേറെ ഇടത്തോണ്ട് പോയിരിക്കും. അപ്പോൾ 2 പള്ളിയായി. വീണ്ടും ആ പള്ളി സ്പ്ലിറ്റ് ചെയ്ത് 4 പള്ളിയായി. ഇപ്പോൾ 6 പള്ളിയായി. ഒരു പള്ളിയിൽ നിന്ന് 6 പള്ളി മാറി 6 പള്ളികളുടെ അവരവരുടെ ഇച്ഛയ്ക്കൊത്തവണ്ണം വേർതിരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞാനിത് കുറ്റപ്പെടുത്തുകയല്ല. അതിൻ്റെ 8-ാമത്തെ വചനം ഒന്ന് വായിച്ചല്ലേ. ദൈവം എന്താ പറയുന്നത്? യെരൂശലേമേ, എന്റെ ഉള്ളം നിന്നെ വിട്ട് പിരിയാതിരിക്കുകയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശമാക്കാതെയോ ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. ഉപദേശം കൈക്കൊള്ളുക. ആരുടെ ഉപദേശം? ആരുടെ ഉപദേശം? ആരുടെ ഉപദേശം? സഭാമൂപ്പന്. കർത്താവിൻ്റെ ഉപദേശം കൈക്കൊള്ളുക. കർത്താവിൻ്റെ ഉപദേശം. അതാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിൽ കൊണ്ടുവന്ന് സെപ്പറേറ്റ് ക്രമീകരിച്ചു. അത് അജിയും എടുത്തു പറയുകയും ചെയ്ത ആ കാര്യം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശം നമ്മൾ സ്വീകരിക്കുന്ന സമയം തന്നെ ആത്മാവ് പ്രവർത്തിക്കും. അതാണ് അജിക്ക് സംഭവിച്ചത്. നമ്മുടെ ആന്റിയുടെ പേരെന്താ പറഞ്ഞത്? ചെമ്പൂര് രമണി സിസ്റ്ററിന്റെ മകനുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ഒന്നാണ്. അവൻ നമ്മുടെ പട്ടിക്കാരൻ തന്നെ, എനിക്കറിയാം. അതിങ്ങനെ ഒരു ബന്ധം കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? അവിടെ യേശുക്രിസ്തുവിന്റെ സംസർഗമാണ്, മനുഷ്യനോടുള്ള സംസർഗം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് എപ്പോഴും, യേശുക്രിസ്തു എന്താ ചെയ്യണമെന്നറിയാം? നമ്മൾ യേശുക്രിസ്തുവിനെ മാറ്റി വെച്ചിരിക്കുക, വചനത്തെ മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് അതിന് സമയമില്ല, വചനം വായിക്കാനോ എടുക്കാനോ നമുക്ക് സമയം കിട്ടുന്നില്ല. നമ്മൾ യേശുക്രിസ്തു അല്ലേ. അപ്പൊ യേശുക്രിസ്തു എന്താ ചെയ്യുന്നത്? അടുത്ത് വന്നു കിടന്നോട് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ആ ശബ്ദം കേൾക്കുന്നോ എന്നുള്ള ഒരു രീതിയാണെന്ന് ഈ ആ സഹോദരങ്ങളെ ഇവിടെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇസ്ലാമേ, എൻ്റെ ഉള്ളം നിന്നെ വിട്ട് പിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. നല്ല ഇടയന്റെ ഉപദേശം കൈക്കൊള്ളുക. മീനിങ് ആരാണ് നല്ല ഇടയൻ? യോഹന്നാൻ
10 11 12 നേരത്തെ വായിച്ച് 11. ഞാൻ നല്ല ഇടയൻ. യേശുക്രിസ്തു മാത്രമേ ഈ വക കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. ഞാൻ നല്ല ഇടയല്ലേ, ഞാൻ തന്നെ വഴിയല്ലേ, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, ഇങ്ങനെ ക്ലെയിം ചെയ്ത ഏക വ്യക്തി ആരാണ്? കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവൻ അർപ്പിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശം കൈക്കൊള്ളുക. ഇന്നത്തെ വിശുദ്ധ ശബത്തിൽ ദൈവം വീണ്ടും ഓർമ്മിപ്പിക്കുന്ന കാര്യം, നമ്മൾ കേട്ട കാര്യങ്ങൾ. കാരണം എന്താണ്? നമ്മുടെ ഈ ലോകത്ത് വ്യാജ ഉപദേശക്കാരന്മാരെ കൊണ്ട് നിറഞ്ഞുപോയി. ജനം അവിടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. 14-ാമത്തെ വചനം 10:14, യോഹന്നാൻ 10:14. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിക്കുന്ന ഇടയൻ, ചിതറിച്ചു കളയുന്ന ഇടയൻ, കൂലിക്കാരനായി ബോഷ്ക്ക് പറഞ്ഞ് പണം തട്ടിക്കുന്ന ഇടയൻ, ഇവരെയൊക്കെയും നമ്മൾ സൂക്ഷിക്കണം. അവരുടെ പ്രധാന ദൗത്യം എന്താണ്? മലാക്കി 3:11. മലാക്കി 3:11 നിർത്തി. തീർന്നില്ല. ഇത് 5 അടുത്ത പാർട്ടായിട്ട് നമ്മൾ അതിലെ തലവന്മാർ 873-ാമത്തെ പേജ്. മലാക്കിയല്ല, മീഖ 3:11. മലാക്കി എന്ന് പറഞ്ഞല്ലേ, മീഖ എന്ന് പറഞ്ഞ മലാക്കിയ മീഖ പ്രവചനം പ്രവാചകവാക്യങ്ങളാണ് ഞാൻ ഉച്ചരിക്കുന്നത്. അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്ന അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി. ഇവിടെ ആരും തെറ്റിദ്ധരിക്കരുത്, ശമ്പളം വാങ്ങി ഉപദേശിക്കുന്ന ഉപദേശികളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇങ്ങനെയുള്ള വ്യാജ തുമ്പകെട്ട ഇടയന്മാരെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മളെ വാസ്തു ശമ്പളം വാങ്ങിയാണ്, അങ്ങനെയല്ല. അതല്ല ഇതിൻ്റെ അർത്ഥം. അത് അവരോട് ചിന്തിക്കട്ടെ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കണം, അല്ലയോ? അതല്ലേ അതിൻ്റെ അർത്ഥം. ശരി, അതല്ല ഇവിടെ നമ്മൾ അങ്ങോട്ടേക്കും പറയാനും വേണ്ടിയില്ല. ഇതിൽ പ്രവാചകർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. എന്നിട്ടും അവർ യഹോവയെ ചാരി, യഹോവ നമ്മുടെ ഇടയിൽ ഇല്ലയോ? അങ്ങനെയല്ലേ അടുത്ത് വായിക്കുമ്പോൾ അങ്ങനെയല്ലേ കാണുന്നത്? ഇല്ലയോ? ഞാൻ ചോദിക്കുകയാണ്, ഉണ്ടോ? എത്ര പേർക്കറിയാം ഉണ്ടെന്ന്? പാപികളല്ലാത്തവർ കൈപൊക്കട്ടെ. യെശയ്യാവ് 59:2 എന്താ പറയുന്നത്? പാപം സമം പാപി. ദൈവം എവിടെ? മനസ്സിലായല്ലോ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഈ സഹോദരങ്ങൾ, നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. ക്രിസ്തുവിന്റെ അധീനം കിടന്നു പോകുന്നു. ഇത് നമ്മുടെ വിശ്വാസമാണ്. എന്ന് പഠിച്ച പാഠത്തിന് പോലെ വിശ്വാസം. കർത്താവായ യേശുക്രിസ്തുവിനെ അന്ന് അംഗീകരിക്കാത്ത കാരണം എന്നറിയാം, അവർക്ക് വിശ്വാസമില്ലായിരുന്നു. യഹൂദന്മാർക്ക് അന്ന് വിശ്വാസമില്ലായിരുന്നു. വിശ്വാസം വന്നപ്പോൾ ഇപ്പോൾ കർത്താവ് വേണം. ഓരോരുത്തരുന്നപ്പോൾ അവർക്ക് യേശുക്രിസ്തു വേണം. ഇപ്പോൾ എല്ലാവർക്കും യേശുക്രിസ്തു വേണം. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞ അദ്ദേഹത്തിന്റെ പാത പിന്തുടരുവാൻ ആർക്കും കഴിയുന്നില്ല. ആ സത്യത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. ആ മാർഗത്തിലേക്ക് സഞ്ചരിപ്പാൻ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രം. ഇവിടെ ദൈവത്തിന്റെ ആടുകളെ തെറ്റിക്കുന്നവൻ വ്യാജ ദർശനവും വെളിപ്പാടുകളുമായി ജനങ്ങളുടെ ഇടയിൽ വന്ന് ജനങ്ങളെ തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ പറയും, ദൈവം എന്നെ അയച്ചു. ആരാ എന്നെ അയച്ചിരിക്കുന്നത്? എൻ്റെ വീട്ടിൽ അനേകം ആൾക്കാർ വരും. ഞാൻ പണ്ട് വരെ ഈ ഒറ്റയ്ക്ക് സുനിശ്ചിതം പറയുന്നതല്ല, നമ്മുടെ വാൾട്ടിനൊക്കെ അറിയാം. ഞാൻ ഒരു സമയമൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് കുളിച്ചൊക്കെ റെഡിയായി പോകാൻ നേരത്തെ, ഇറങ്ങാൻ നേരത്തേക്കും കാണാം ഓരോരുത്തർ ഉപദേഷ്ടാക്കന്മാർ വരും. എന്തുകൊണ്ട്? സഹോദര, നിങ്ങളെ കാണുമ്പോൾ നിങ്ങളൊരു ദൈവ പുരുഷനാകുന്നു എന്ന് തോന്നുന്നു, എന്ന് ദൈവമാണ് അയച്ചിരിക്കുന്നത്, ഇങ്ങനെ ഇന്ന വരണം എന്നൊക്കെ പറഞ്ഞു. ബൈബിളിൽ നിന്ന് എന്തെങ്കിലും 2 വാക്ക് പറയുമ്പോൾ ഇതാ വേണം, അതോടെ എനിക്ക് തീരും. അങ്ങനെ അനേകം സംഭവം, ഞാൻ കുറ്റപ്പെടുത്തിയല്ല, ഇങ്ങനെ അനേകം
കാര്യങ്ങളുണ്ട്. ആരും നമ്മൾ സ്വീകരിക്കാതിരിക്കരുത്. നമ്മളെ വീട്ടിൽ വന്നവർ ആരും സ്വീകരിക്കാതിരിക്കും കേട്ടോ. ഇത് മാന്യമായ രീതിയിൽ അവർ സൽക്കാരം കൊടുത്തല്ലേ അരി അങ്ങനല്ലേ കൊടുത്തിട്ട് അവർ പറയുന്നതും അതിൻ്റെ സാരം കേൾക്കുക. നമുക്ക് നമ്മുടെ ഗീതയിലുള്ളത് നമുക്ക് അങ്ങോട്ട് എടുത്തു കൊടുക്കുക. അത് വ്യാജമാകരുത്. ആ രീതിയിലാണ് ഞങ്ങൾ പൂന്തരയൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. പൂന്തരയൊക്കെ വന്നു പോകുമ്പോൾ അതിന് പേടിയായിരുന്നു. ഇവരൊക്കെ ചില്ലറക്കാരൊന്നുമല്ല കേട്ടോ. ഇരിക്കുന്ന ആളുകൾ പാവം പോലെയൊക്കെ നമ്മളൊക്കെ ഇരിക്കുന്നില്ലേ, ചില്ലറക്കാരൊന്നും അല്ല അവർ. പേടിച്ച് അതിൻ്റെ അകത്തൊന്നും പോകാൻ പറ്റില്ല. പക്ഷേ അവിടെ വചനമാകുന്ന വാള് കാണുമ്പോൾ അവർക്കും അണ്ണഞ്ചിക്കും. അന്ന് ഒരു ദേശീയ ഞായറാഴ്ച നിയമമാണ് അതിന് കാരണമായി. അത് ഇടയിൽ അന്ന് പോകാനുള്ളത് അല്ലേ. ആ പുസ്തകമാണ് വലിയ കാരണം അതിൻ്റെ ഹെഡിങ് തന്നെ വളരെ ഇതായിരുന്നു. ഞാൻ എല്ലാ വീടുകളിലും കയറി ചെയ്തിട്ടുണ്ട്. എല്ലാ വീടുകളിലും ഞാൻ എൻ്റെ വ്യക്തിഗത ഒരു മകനുണ്ടായിരുന്നു. അവനുമായി എൻ്റെ കഴിക്കുന്നതാണ്. അവനുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാനിത് പറയുമ്പോൾ ഭോഷ്ക് പറയുന്ന കള്ളപ്രവാചകന്മാർ ഈ ദുനിയാവിൽ പാപമുണ്ട് കുഞ്ഞുങ്ങളെ. ഇങ്ങനെയുള്ളവരെ ഞാൻ അറിയുകയോ അറിയിച്ചിട്ടോ ചെയ്തിട്ടില്ല എന്ന് ബൈബിൾ പ്രഖ്യാപിക്കുന്നു. ഇവർ പറയുന്നു ദൈവമാണ് എന്നെ അയച്ചത്. അവർ കള്ളം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. ജെറമ്യാവ് 14:14. ജെറമ്യാവ് 14:14. യഹോവ എന്നോട് അരുളി ചെയ്തത്, യഹോവ എന്നോട് അരുളി ചെയ്തത്, പ്രവാചകന്മാർ എന്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു, ഞാൻ അവരെ അയച്ചിട്ടില്ല. ഞാൻ അവരെ എന്ത് ചെയ്തിട്ടില്ല? അയച്ചിട്ടില്ല. അവരോട് കൽപ്പിച്ചിട്ടില്ല. അവരോട് ഞാൻ കൽപ്പിച്ചിട്ടുമില്ല. അവരോട് സംസാരിച്ചിട്ടുമില്ല. അവരോട് ഞാൻ ഒരു കാര്യം പോലും ഉരുവിട്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. അവർ വ്യാജദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുകയാണ്. 15 വരെ നിങ്ങൾ വീട്ടിൽ നിന്ന് വായിച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവത്തിന്റെ നാമത്തിൽ പറയുമ്പോൾ ദൈവം അയക്കാതെ, ദൈവം കൽപ്പിക്കാത്തവ പറയുകയും ദൈവം സംസാരിക്കാത്തവ ജനത്തോട് പറഞ്ഞ് വഞ്ചിപ്പിക്കുകയും വ്യാജ ദർശനങ്ങളും പ്രശ്നവാക്യങ്ങളും പറഞ്ഞ് ദൈവ കുഞ്ഞുങ്ങളെ വഞ്ചിക്കുകയാണ് അവർ ചെയ്യുന്നത്. പരിജ്ഞാനമില്ലാതെ ഈ ജനവും അങ്ങ് തെറ്റിപ്പോയി. ദൈവപരിജ്ഞാനമില്ലാതെ ഇത് കേൾക്കുന്ന കേൾവിക്കാരും തെറ്റിപ്പോകും. അതുകൊണ്ട് നമ്മൾ നേരത്തെ വായിച്ച വചനത്തിന്റെ 2-ാമത്തെ വചനം എന്ന് വായിക്കുക. യെരമ്യാവ് 23:2. യെരമ്യാവ് 23:2. തൻ്റെ ജനത്തെ മേയിക്കുന്ന ഇടയന്മാരെ കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇതാ ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും, എന്നാൽ ഇതിൽപ്പെടാത്ത ശേഷിക്കുന്ന ജനം ഇവിടെ ഉണ്ട്. ഇതിലൊന്നും ഇടപെടാത്ത ഒരു ശേഷിപ്പ് ജനം ഇവിടെ ഉണ്ട്. അനേകം ശേഷിപ്പ് ജനം നമ്മുടെ ഇടയിലുണ്ട്. അവരെയൊക്കെയും തിരിച്ചു കൊണ്ടുവരുവാനുള്ള അവസരമാണ് ദൈവം ഇന്ന് ഈ കാലങ്ങൾ കണ്ടിരുന്നത്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഈ തുമ്പുകിട്ട ഇടയന്മാർ അവരെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ലിപ്പ് ചെയ്ത് അങ്ങനെ പൊയ്ക്കും. സാധാരണ മിക്ക ഇടങ്ങളിലും എൻ്റെ പാരമ്പര്യം ഇന്ന് ഹാപ്പി ഇൻഡിപെൻഡൻ്റ് ഡേയ്സിലാണല്ലോ, 78ാമത്തെ അല്ലേ. ഞാൻ ജനിച്ച ഒരു 4 വർഷം കഴിഞ്ഞപ്പോഴാണ്, സ്വാതന്ത്ര്യം ജനിക്കുന്നതിന് മുമ്പ് 4 വർഷത്തിന് മുൻപാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. ഒരു 4 വർഷത്തിന് മുൻപ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ന് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ? ആർക്കും സ്വാതന്ത്ര്യമുണ്ടോ? ആ ഒരു അവസ്ഥയിലാണ്. അന്നത്തെ സ്വാതന്ത്ര്യം പോലും ഇന്നില്ല. അന്ന് വീണ്ടും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നല്ല നല്ല കാര്യങ്ങൾ ഒത്തിരി നമുക്ക് സ്വീകരിക്കാൻ പറ്റിയിരുന്നു. വിദ്യാഭ്യാസം, നഗ്നത മറയ്ക്കാനുള്ള അവസരങ്ങൾ, പാർക്കാനുള്ള അവസരങ്ങൾ, അല്ലയോ, റോഡിൽ സഞ്ചരിക്കാനുള്ള അവസരങ്ങളൊക്കെ അവർ നമുക്ക് നേടിത്തന്നു. വിദ്യ കൊണ്ട് നേടിത്തന്നു. അവർ കൊണ്ടുവന്ന വിദ്യ എവിടത്തെയായിരുന്നു? സ്വർഗത്തിലെ സ്വർഗീയ വിദ്യയായിരുന്നു. ദൈവത്തിൻ്റെ എല്ലാ നല്ല ദാനങ്ങളും അവരിലൂടെ നമുക്ക് കിട്ടിയിരുന്നു. ഇന്ന് ആ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത കാലം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ഇവിടെ
നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ആരെ സൂക്ഷിക്കേണ്ടത്? തുമ്പുകിട്ട ഇടയന്മാർ. ഇതിൽ രണ്ടാമത്തെ ഭാഗം ഇനി അടുത്തൊരു ദിവസം നമുക്ക് സംസാരിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് തീരത്തില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിനെ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഒരു വാക്യം എടുത്ത് വായിക്കാം. അത് വായിച്ച് നമുക്കിവിടെ നിർത്താം. മനുഷ്യൻ ദിവസം തോറും പുതിയ പുതിയ ദുഷ്ടത ചിന്തിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് എന്നെ നിങ്ങളെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ആകയാൽ ഈ സഹോദരങ്ങളെ, യെരമ്യാ പ്രവചനം 6-7 വചനത്തിൽ ഇപ്രകാരം പറഞ്ഞ, കിണറ്റിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ അതിലെപ്പോഴും പുതിയ ദുഷ്ടത സംഭവിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാം. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 10-11 മുതലുള്ള വചനം, ചില വചനങ്ങൾ വായിച്ച് ഇത് തൽക്കാലം ഇത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ വായിക്കുന്നു. ഇത് രണ്ടാം ഭാഗം അടുത്തൊരു ഭാഗം നോക്കി കേൾക്കാവുന്നു. തലയിൽ നിങ്ങൾ ശരിക്കില്ല, നിങ്ങളുടെ ക്ഷമ കിട്ടുന്നു. എനിക്ക് നിങ്ങളെ കാണുമ്പോഴേ എന്നെ മനസ്സിലാവുന്നു. യോഹന്നാൻ 10-11 മുതൽ വായിക്കാം. വായിച്ചത് നിർത്താം. 11 മുതൽ. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിന്നിച്ച് കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. ഞാൻ നല്ല ഇടയൻ. പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ ധാരാളമുണ്ട്. അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. നമ്മൾ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. യേശുക്രിസ്തുവിന്റെ ശബ്ദം അവർ കേൾക്കണം. ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമായി എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ഇന്ന് പാടത്തിന് ഇത്ര യോജിക്കുന്ന പാടത്തിൽ നല്ല ഉപദേശം സ്വീകരിക്കുവാൻ പറ്റിക്കണമേ. അതിലേക്ക് ദൈവം സത്യത്തിൻ്റെ ആത്മാവിനെ അയച്ച് എന്നെ നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും മേലും നടത്തട്ടെ. ആമേൻ. പ്രാർത്ഥനയുടെ അവസാനമായി നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിന്ന് സത്യപ്രതിഭാ ഗാനത്തിലെ 444 ഗാനം 444 മേൽ വീട്ടിൽ എൻ യേശു സ്നേഹമായി വിളിക്കുന്നു 444 പഴയ പുസ്തകത്തിൽ. സ്നേഹമായി വിളിക്കുന്നു സ്നേഹത്തിൻ ശോഭയെ വിട്ടെന്തിനാൽ നീ ദൂരെ പോയിരുന്നു. നീ ഇന്നു വാ വിളിക്കുന്നു എന്നുവാ. പീഡിച്ചവർക്കേശു ശക്തി നൽകാൻ വിളിക്കുന്നു പാപഭാരം കൊണ്ട് നീ വരിക തള്ളിക്കളയയില്ല. നീ ഇന്നു
സ്നേഹമായി വിളിക്കുന്നു എന്നോവാ. കാത്തുനിൽക്കും യേശു നീ എന്നോവാ. നിന്നെ കാത്തു നിൽക്കുന്നോരേ. പാപങ്ങളോട് തിരുമുൻപിൽ വാ. താമസിച്ചിടരുതേ. നീ എന്നോവാ. നീ എന്നോവാ. യേശുമാ സ്നേഹമായി വിളിക്കുന്നു എന്നോവാ. കേൾക്കുക യേശുവിൻ സ്നേഹശബ്ദം. കേൾക്കുക നീ, കേൾക്കുക നീ. വിശ്വസിക്കുന്നവർക്കാനന്ദവും കിട്ടും കണ്ണീരുക നീ. നീ എന്നോവാ. നീ എന്നോവാ. യേശുമാ സ്നേഹമായി വിളിക്കുന്നു എന്നോവാ. നമുക്ക് ഇവർക്കും നമ്മുടെ ബുദ്ധികളെ മടക്കി ദൈവസന്നിധിയിൽ സഭയുടെ മൂപ്പനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കുന്നതിന് മുമ്പായി ഒന്നിരുടെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രതിത വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. സഭയായി പ്രാർത്ഥിക്കുക. തുടർന്നുള്ള കാര്യങ്ങൾ ആരാധനയ്ക്ക് ശേഷം ഞാൻ അറിയിക്കുന്നതാണ്. സഭയെ അറിയിക്കുന്നതാണ്. നമുക്ക് സമയം പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹമേറിയ ഈ സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വിശുദ്ധ ശബദാരാധന കൂടി അടിയങ്ങൾക്ക് തിരുവാലയത്തിൽ സമർപ്പിക്കുവാൻ പരിശുദ്ധനാകുന്ന ദൈവം ഞങ്ങളെ ഒരുക്കി കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപ, സ്നേഹം, കരുതൽ, വിശ്വാസവും സ്നേഹവും പ്രത്യാശയും പങ്കുവയ്ക്കുവാൻ ഈ നാളുകളിൽ ദൈവം നൽകിയിരിക്കുന്ന നന്മകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒപ്പം ഞങ്ങളെ കേൾപ്പിച്ചതായ തിരുവചനങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശാബത്തിലൂടെയും വചന ശുശ്രൂഷയിലൂടെയും ഞങ്ങൾ കേട്ടതായ ദൈവസ്നേഹം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാഥൻ്റെ വരുവരെയും വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് അടികൾ അപേക്ഷിക്കും. ഈ ലോകമോഹത്തിൽ ഞങ്ങൾ പെട്ടുപോയിരിക്കുന്നു കർത്താവ്. അതിൽ നിന്നൊരു വിടുതൽ ഞങ്ങൾക്ക് ആവശ്യമാണ് നാഥ. ദൈവസ്നേഹം ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി പേർ വിളിക്കപ്പെടുവാൻ ഞങ്ങളോട് അവിടെ നിന്ന് കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിച്ച മകനെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ചില നാളുകളായി അദ്ദേഹം അനുഭവിക്കുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, വലിയവനായ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ ഈ സമയം മകനെ ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തുതിക്കുന്നു. കഴിഞ്ഞ 12-ാം തീയതി ഈ ലോക മെഡിക്കൽ പരിശോധനയ്ക്കായി കടന്നു ചെന്നപ്പോൾ കേട്ടതായ കാര്യാദികൾക്ക് അപ്പുറമായി ദൈവത്തിൻ്റെ മഹത്വം പ്രിയ മകനിലൂടെ പ്രവർത്തിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇവയൊന്നും സാരമില്ല എന്ന് ദൈവം കൊടുത്ത വെളിപ്പെടുത്തലിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഇതേപോലെ കർത്താവെ, സഭയിൽ അനേക ദൈവമക്കൾ ശാരീരികമായ പ്രയാസങ്ങളാൽ വിഷമസന്ധ്യയിലായിരിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ഡോക്ടർ, മഹാവൈദ്യനായ ദൈവത്തിൻ്റെ സേവനം ഞങ്ങൾക്ക് വേണ്ടി പകർന്നു തന്നിരിക്കുന്ന പ്രിയ സഹോദരൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ട്, ഒപ്പം ഗോൾവിൻ ബ്രദർ കർത്താവെ അനുഭവിക്കുന്നതായ ശാരീരികമായ വേദന, ഇതേപോലെ അനേകം ദൈവമക്കൾ ശാരീരികവും മാനസികമായ പ്രയാസങ്ങളിലും വർദ്ധകളിലുമായിരിക്കുന്നു കർത്താവെ. ദൈവവചനത്തിൻ്റെ ശക്തി ഇന്നത് തിരിച്ചറിഞ്ഞ് ഗിലയാദിലെ തൈലമാകുന്ന വചനാഭിഷേകത്താൽ പ്രിയമക്കൾക്ക് വേണ്ട സൗഖ്യം എൻ്റെ യഹോവ അവിടെ നിന്ന് കൽപ്പിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കും.
ഞങ്ങൾ സാരമില്ല എന്നുള്ളതായ ഒരു ജീവിതം നയിക്കാതെ പ്രത്യാശയുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഞങ്ങൾക്ക് പ്രവർത്തനക്ഷമതയുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കടന്നു തരുവാൻ പരിശുദ്ധനാകുന്ന ദൈവം ഞങ്ങളുടെ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ലോകമോഹങ്ങളിൽ പെടാതെ പരിശുദ്ധനാകുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ജീവിതയാത്രയിൽ തിരുവചനം കാലിന് ദീപമായും പാതയ്ക്ക് പ്രകാശവുമായി അങ്ങ് നിറയ്ക്കപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ലോകത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിതം പാഴും ശൂന്യമാക്കുന്നു. അപ്പനമ്മമാരെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ, സഹോദരങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ, സഭാവിശ്വാസങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ യൗവനക്കാർ മാറിയിരിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും വിവിധമായ പ്രയാസങ്ങളിൽ പെടാനോ മറ്റുള്ളവരെയും സ്വയമായും വേദനിപ്പിക്കുവാനോ ഇടവരുത്താതെ ദൈവാത്മാവിനാൽ നിറയ്ക്കപ്പെടുവാൻ വചന ശുശ്രൂഷയിലും ക്രിസ്തീയ ജീവിതത്തിൻ്റെ പാരമ്പര്യത്തിലും മുതൽക്കൂട്ടായിരിക്കുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒപ്പം വാർദ്ധക്യാവസ്ഥയിലായിരിക്കുന്നവർ ശാരീരികമായ പ്രയാസങ്ങൾ മുൻകാല ജീവിതങ്ങളെ ശോധന ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വരുവരെയും വിശ്വസ്തത പാലിക്കുവാൻ, ദൈവവചന അടിസ്ഥാനങ്ങളെ പ്രമാണിക്കുവാൻ ദൈവകൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നന്മ അനുഭവിക്കുവാൻ ഞങ്ങൾ എല്ലാവരും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വിവിധ രാജ്യങ്ങളിൽ കർത്താവെ പ്രവാസ ജീവിതത്തിൽ തന്നെയായിരിക്കുന്ന അനേക ദൈവമക്കൾ, യേശുവെ, ഈ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നതായ യുദ്ധങ്ങളും യുദ്ധശ്രമിതികളും ഭൂകമ്പങ്ങളും പകർച്ചവ്യാധികളും മാറാരോഗങ്ങളാലും ഞങ്ങളും വിവിധ രാജ്യങ്ങളിലുള്ള ആയിരിക്കുന്ന അവിടുത്തെ മക്കളും പ്രയാസവേളയിലായിരിക്കുന്ന കർത്താവെ, അവിടുത്തെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭീതി കൂടാതെ, ഭയം കൂടാതെ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വയ്ക്കുവാൻ പ്രിയ മക്കളെ അവിടെ നിന്ന് ഒരുക്കുമാറാകണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ. സഭയായി അവിടെ നിന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം തിരുസന്നിധിയിൽ സൗരഭ്യവാസനയോടുകൂടി അങ്ങ് സ്വീകരിക്കപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചില നാളുകളായി രോഗശയിലായിരിക്കുന്ന പ്രിയ മകൾ പ്രവിധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിനം വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിഷനായിരിക്കും. യേശുവേ, ആ മകളെ അങ്ങ് പാദം മുതൽ ശിരസ് വരെ അങ്ങ് തൊട്ട് അവിടുത്തെ പരിശോധന പാത്രമാക്കി പൂർണ്ണ സൗഖ്യം ഗിലെയാദിലെ തൈലമാകുന്ന അഭിഷേകത്താൽ അങ്ങ് നിറയ്ക്കപ്പെടുമാറാകണമേ, സൗഖ്യം നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരിയാണ്, ഒരു കുടുംബ ജീവിതത്തിൻ്റെ ആവശ്യകതയുണ്ട്. എല്ലാം അറിയുന്ന ദൈവം നമ്മൾക്ക് വേണ്ടതായ സുരക്ഷിതത്വവും കാവലും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക നന്മളാ നിറയ്ക്കും കർത്താവേ. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിൽ അനിവാര്യമായിരിക്കുന്ന കാലഘട്ടമായിരിക്കാൻ അവിടുത്തെ പ്രത്യാശയിൽ ഞങ്ങൾക്കായിരിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ടത് ആ വചനത്തിനായി സ്തുതിക്കുന്നു. പ്രത്യാശയുള്ള നല്ലിടയനായ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണം. നന്മകളാ നിറയ്ക്കും, കൃപയിൽ സൂക്ഷിക്കും. സകലവും യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല ദൈവമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, തിരുനാമം പരിശുദ്ധമാകണമേ, തിരുരാജ്യം വരയണമേ, തിരുഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അങ്ങ് നൽകണം. ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളെ പാപകടങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷകൾ കടത്താതെ സകല ദോഷങ്ങൾക്ക് വിധിക്കണം. എന്തുകൊണ്ടാ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് വന്നേക്കും അങ്ങേ കൊടുത്തല്ലോ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിനാണ് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യാദികളിലും ഇന്ന് വചനം ശ്രവിച്ച അങ്ങയുടെ മക്കളുടെ മേലും ഈ ദേശത്തിന്മേലും ഉണ്ടായിരിക്കുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പിതാവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കിട്ടാവുന്നത് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യാദികളിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേലും ദേശനിവാസികളുടെ മേലും ഇന്ന് എന്നും കാലാന്ത്യത്തോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
അനുഗ്രഹത്തോടെ ഇപ്പോൾ അടിയാരെ യഹോവയെ മനസ്സലി ഉടയ മഹോന്നത പരനെ വന്ദനമുണ്ടാവേ മനസ്സലി ഉടയ മഹോന്നത പരനെ വന്ദനമുണ്ടാവേ